അദ്ദേഹം കൊല്ലം പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിയായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൊല്ലം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ജനയുഗത്തിൻ്റെ പീരിയോഡിക്കൽസിൻ്റെ എഡിറ്ററായിരുന്നു. പിന്നീട് വളരെ വലിയൊരു വാഗ്മിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ അന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുപോയി പല യോഗങ്ങളിലും പ്രസംഗിപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം വളരെ സരസമായിട്ട് സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വിജ്ഞാനത്തെ, അന്ന് അദ്ദേഹത്തിൻ്റെ അറിവ്, പ്രസംഗിക്കാനുള്ള ഒരു കഴിവിനെ വളരെ എല്ലാവരും ശ്ലാഘിച്ചിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കാണുന്ന പ്രസ് ക്ലബ്ബ് എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊക്കെ അടിത്തറയിട്ട ആളുകളിൽ പ്രധാനിയായിരുന്നു ശ്രീ ആര്യാട് ഗോപി സാർ. ഈ ചടങ്ങ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ആര്യാട് ഗോപി സാറിൻ്റെ കുടുംബത്തിൻ്റെ ഒരു വളരെ വലിയ ഇനിഷ്യേറ്റീവ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ ലാലി ചേച്ചിയാണ് നമ്മളെ എല്ലാ കാലത്തും ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പേ സമീപിക്കാറുള്ളത്. ലാലി ചേച്ചിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഒരു ഇടപെടലാണ് ഈ പരിപാടി അത്രയും ഗംഭീരമായിട്ട് പ്രൗഢമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പം ആ കുടുംബത്തിൻ്റെ അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെ മുന്നിൽ നമ്മളെപ്പോഴും വിനയാന്വിതരായി പോവുകയാണ്. കാരണം ഒരു അനുസ്മരണ ചടങ്ങും ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു സംഘാടനത്തോടു കൂടി സംഘടിപ്പിക്കാറില്ല. മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവരൊക്കെ, ആ കുടുംബാംഗങ്ങളെല്ലാം തന്നെ നമ്മളോട് കൊല്ലം പ്രസ് ക്ലബ്ബുമായി സഹകരിക്കുകയും ഈ ചടങ്ങ് എത്രത്തോളം ഗംഭീരമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുകയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഈ അവാർഡ്, ആര്യാട് ഗോപി സാറിൻ്റെ പേരുള്ള ദൃശ്യമാധ്യമ അവാർഡ്, 2 അവാർഡുകളാണ്. ഒന്ന് ഏറ്റവും മികച്ച റിപ്പോർട്ടർക്കും ഏറ്റവും മികച്ച ക്യാമറാമാനും വിഷ്വൽ ഇതിനുള്ള അവാർഡുമാണ് കൊടുക്കുന്നത്. അപ്പം ഈ അവാർഡുകൾ നിർണ്ണയിക്കുന്നതിനും ജഡ്ജസിനെ, നല്ല ആപ്റ്റായിട്ടുള്ള ജഡ്ജസിനെ കണ്ടെത്തുന്നതിനും ഒക്കെ അവർ എടുക്കുന്ന ഇനിഷ്യേറ്റീവിനെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അനുസ്മരിക്കുകയാണ്. അപ്പം എൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഈ ചടങ്ങിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലം പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ ഡി ജയകൃഷ്ണനാണ്. അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങിലേക്ക് ഞാൻ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് കൊല്ലത്തിൻ്റെ ഒരു സാംസ്കാരിക പരിച്ഛേദമാണ്. എല്ലായ്പ്പോഴും ഈ ചടങ്ങ് അങ്ങനെ തന്നെയാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് ദൃശ്യമാധ്യമ മേഖലയിൽ, അന്ന് ദൃശ്യമാധ്യമ രംഗത്തെ റിപ്പോർട്ടിങ്ങിനോ ക്യാമറാമാനോ അവാർഡുകൾ ഇല്ലാതിരുന്ന കാലത്താണ് കൊല്ലം പ്രസ് ക്ലബ്ബ് ഇങ്ങനെ ഒരു അവാർഡിലേക്ക് കടക്കുന്നത്. അതിന് മുൻകൈ എടുത്തുകൊണ്ടും ഇപ്പോഴും ആ ഉദ്യമത്തിൽ തങ്ങളുടേതായ പങ്ക് വളരെ നല്ല രീതിയിൽ വഹിച്ചുകൊണ്ട് പോവുകയാണ് ആര്യാട് ഗോപി സാറിൻ്റെ പേരുള്ള ട്രസ്റ്റ്. അതിന് അവരോടുള്ള നന്ദി ആദ്യമേ പറയാം. ഇവിടെ ഒരു അധ്യക്ഷ പ്രസംഗത്തിന് കാര്യമായ പ്രസക്തി ഒന്നും തന്നെ ഇല്ല എന്നെനിക്കറിയാം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഈ അവാർഡ് നിർണയ സമിതിക്ക് മുൻപാകെ ഓരോ വർഷവും പുതുമയുടെ ചില പരീക്ഷണങ്ങൾ ആര്യാട് ഗോപി സാറിൻ്റെ പേരുള്ള ഈ ട്രസ്റ്റ് നൽകാറുണ്ട്. ആദ്യകാലത്തെ ഈ അവാർഡ് തുടങ്ങിയ സമയത്ത് ദൃശ്യമാധ്യമ മേഖലയിലെ റിപ്പോർട്ടർക്ക് മാത്രമായിരുന്നു അവാർഡെങ്കിൽ, അപ്പോൾ ദൃശ്യമാധ്യമ മേഖലയിലെ അവാർഡുകൾ എപ്പോഴും റിപ്പോർട്ടറെ മാത്രം ആശ്രയിച്ചല്ല, ക്യാമറാമാൻ്റെ കൂടെ മിടുക്കാണ് എന്ന് ഉള്ളൊരു അഭിപ്രായം ഉയരുകയും അതിനോട് വളരെ ആത്മാർത്ഥമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഈ ട്രസ്റ്റ് ചെയ്തത്. അങ്ങനെ ക്യാമറാമാനൂടെ അവാർഡായി. അപ്പോഴാണ് തൊട്ടടുത്ത വർഷം ഇത് പുതിയ തലമുറയിൽ നിന്ന് മാധ്യമ മേഖലയിലേക്ക് വരുന്നവരെ കൂടി ഉൾക്കൊള്ളണം എന്നുള്ള ട്രസ്റ്റിൻ്റെയും കൊല്ലം പ്രസ് ക്ലബിൻ്റെയും ഒരു താല്പര്യം മുൻനിർത്തി പത്രപ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യം പ്രകടിപ്പിച്ച് ജേർണലിസം വിദ്യാർത്ഥികളിൽ നിന്ന് മികച്ച മാർക്ക് നേടുന്നവർ കൂടി അവാർഡുകൾ നൽകണം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് വരികയും ആ രീതിയിലുള്ള അവാർഡുകൾ നൽകും. മുൻവർഷങ്ങളിൽ, മുൻവർഷം 2 പേരാണ് റിപ്പോർട്ടർമാരുടെ മേഖലയിൽ ജേതാക്കളായത്. അപ്പോഴും ട്രസ്റ്റിന് യാതൊരുവിധ മടിയും കൂടാതെ തന്നെ ഈ 2 പേർക്കും തുല്യതുക തന്നെ വിധിച്ചു നൽകാൻ അവർ താല്പര്യം കാണിച്ചു. അപ്പോഴാണ് ഈ വർഷം, ഓരോ വർഷവും പുതുമകൾ കൊണ്ടുവരുന്ന ഈ അവാർഡിനെ കൂടുതൽ ചലനാത്മകമായി നിലനിർത്തുക എന്നുള്ളതാണ് ഈ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവാർഡ് തുകയിൽ വർധനവ് വരുത്തുകയും 25,000 അവാർഡ് തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ വർഷം വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, 20 എൻട്രികളാണ് ദൃശ്യമാധ്യമ മേഖലയിൽ നിന്ന് ഈ അവാർഡിനായിട്ട് റിപ്പോർട്ടർമാരുടെ ഇടയിൽ നിന്ന് വന്നു. ക്യാമറാമാന്മാരുടെ ഇടയിൽ നിന്നും 24. ഇവിടെ ഈ അവാർഡ് നിർണയ സമിതി വളരെ ക്ലേശിച്ചാണ് ഇതിലെ ജേതാക്കളെ തിരഞ്ഞെടുത്തതെന്ന് തന്നെ പറയും. ഒരുപാട് എലിമെന്റ്സ് പരിഗണിച്ചിട്ടാണ് അഖിലയെ ഈ അവാർഡിന് തിരഞ്ഞെടുത്തതെന്ന് പറയുന്നതിൽ ഇതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്.
അത് മറ്റൊന്നുമല്ല, വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തതിന് ശേഷം വല്ലാർപാടം അതിനു മുമ്പേ തന്നെ കമ്മീഷൻ ചെയ്ത പോർട്ടാണ്. അത് നേരിടുന്ന പ്രതിസന്ധികൾ, അത് പ്രതിസന്ധികളെ അവതരിപ്പിച്ച് കൈയൊഴിയുകയല്ല റിപ്പോർട്ടർ ചെയ്തത്. പകരം അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നു, അതിന് സൊല്യൂഷൻസ് നിർദ്ദേശിക്കുന്നു. ആ രീതിയിൽ സമഗ്രമായ ഒരു കവറേജ് ആണ് ചെയ്തത്. ഈ തവണത്തെ ജൂറി വിലയിരുത്തിയതും ആ രീതിയിൽ തന്നെയാണ്. ശ്രീ മാതൃഭൂമിയുടെ എഡിറ്ററും ആയിരുന്ന ശ്രീ മനോജ് കെ ദാസ്, ഏഷ്യാനെറ്റിന്റെ മുൻ ന്യൂസ് എഡിറ്ററും ഇപ്പോൾ കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാനുമായിരുന്ന ശ്രീ CL തോമസ്, ഇന്ത്യൻ എക്സ്പ്രസിന്റെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന വ്യക്തി, ഇവരെ ചേർന്ന ഒരു ജൂറിയാണ് ഈ ജേതാവിനെ തന്നെ. ശ്രീ അഖില നന്ദകുമാറിനെ കുറിച്ച് ഈ അവസരത്തിൽ രണ്ടു വാക്ക് പറയാതെ പോകുന്നത് ശരിയാണ്. നമ്മൾ പലരും, അതായത് മാധ്യമമേഖല വളരെ വലിയ സങ്കീർണമായ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നറിയാം. എല്ലായ്പ്പോഴും ചോദ്യം ഉയരുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം, അല്ലെങ്കിൽ എന്തിനാണ് ഇവരവിടേക്ക് പോകുന്നത് എന്ന് പൊതുസമൂഹ മധ്യേ എപ്പോഴും ഉയരാറുള്ള ചോദ്യമാണ്. അപ്പോഴൊക്കെ ഞങ്ങൾ സധൈര്യം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാണ് ഞങ്ങളുടെ തൊഴിൽ. ആ തൊഴിലിന്റെ ഭാഗമായിട്ടാണ് ഓരോ മാധ്യമപ്രവർത്തകരും എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടായതായാലും അറിഞ്ഞതായി ഓടിയെത്തുന്നത്. ആ രീതിയിൽ ഒരു വാർത്തയുടെ പേരിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ക്രൂശിക്കപ്പെടുകയോ അതിൽ നിന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ അഗ്നിശുക്തി വരുത്തി തിരിച്ചെത്തുകയും ചെയ്ത മാധ്യമപ്രവർത്തകയാണ് അഖില. നമ്മൾ പലർക്കും അറിയാവുന്നതുപോലെ എറണാകുളം മഹാരാജാസ് കോളേജിലെ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വിഷയങ്ങളുണ്ടായത്. ആ സമയത്ത് കേരളത്തിലെ പത്രപ്രവർത്തകർ അവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാവരും തന്നെ, നല്ലൊരു ശതമാനം മാധ്യമപ്രവർത്തകരും ബഹുഭൂരിപക്ഷം പേരും അഖിലയ്ക്ക് പിന്നിലാണ് അണിനിരക്കുന്നത്. അത് മറ്റൊന്നുകൊണ്ടല്ല, വാർത്ത കണ്ടെത്തുക, അത് പൊതുജനമധ്യേ അവതരിപ്പിക്കുക എന്നത് ഓരോ മാധ്യമപ്രവർത്തകന്റെ കടമയാണെന്ന തിരിച്ചറിവിന്റെ ഭാഗം കൂടിയായിരുന്നു ആ പിന്തുണ. ആ രീതിയിൽ തന്നെ നമ്മളുടെ ഇടയിൽ കഴിഞ്ഞ വർഷം ഏറെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് അഖിലയുടെ. 2014 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MCJ പൂർത്തിയായതിനു ശേഷം ഏഷ്യാനെറ്റിന്റെ വിവിധ ബ്യൂറോകൾ ജോലി ചെയ്തു എന്ന അഖില ഇപ്പോൾ കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത്. നിരന്തരമായി ഇടപെടലിലൂടെ എന്നും നമ്മുടെ മുൻപിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് അഖിലയുടേത്. അഖിലയ്ക്ക് ഈ അവാർഡ് നേടിയതിൽ വളരെ അഭിമാനത്തോടു കൂടി കൊല്ലം പ്രസ് ക്ലബ്ബ് ആ അവാർഡ് സമ്മാനിക്കുന്നതിന്റെ സന്തോഷമായിരിക്കും. മറ്റൊരു വ്യക്തി ശ്രീ മനോരമ ന്യൂസിന്റെ ക്യാമറാമാൻ ശ്രീ സന്തോഷ് പിള്ളയാണ്. അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച പല സഹപ്രവർത്തകരും ഞങ്ങളുടെ ഒപ്പം ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ക്യാമറ പ്രവർത്തനത്തിലെ വൈദഗ്ധ്യത്തെക്കുറിച്ച് വളരെ കൂടുതൽ വാചാലരാണ്. ഈ രീതിയിൽ വളരെ അർഹിക്കുന്ന കരങ്ങളിലേക്കാണ് ഈ അവാർഡ് എത്തുന്നത് എന്നുള്ള അറിയുന്നതിൽ നമ്മൾ ഓരോരുത്തർക്കും സന്തോഷിക്കാം. പുതിയ തലമുറയിൽ നിന്ന് ദൃശ്യമാധ്യമ മേഖലയിലേക്ക് കടന്നു വരാൻ എത്തുന്ന ശ്രീ സാന്ദ്ര ഈ തവണ കേരള മീഡിയ അക്കാദമിയുടെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥിയാണ്. അതിനാണ് ഈ അവാർഡ് സമ്മാനിക്കുന്നത്. ഇതിലെല്ലാം ഉപരിയായി എല്ലായ്പ്പോഴും ഈ അവാർഡിന്റെ ശോഭ ഓരോ വർഷം തോറും കൂടുതൽ കൂടുതൽ ഭംഗിയോടെ നിലനിർത്താൻ സഹായിക്കുന്നത് നമ്മുടെ ഈ സമൂഹം തന്നെയാണ്. ഈ പരിപാടിയെ എല്ലാ കാലത്തും വിജയിപ്പിച്ചിരുന്നത് നമ്മൾ എല്ലാവരും ചേർന്നാണ്. ആ പിന്തുണയ്ക്ക് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഒരുപാട് മേഖലകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായി. അടിസ്ഥാനപരമായി അദ്ദേഹം ഒന്ന് മാധ്യമ പ്രവർത്തന രംഗത്ത് കൊല്ലത്ത് 1959 അദ്ദേഹം ജനയുഗത്തിൽ ജോലി ഇവിടെ വരുന്നത്. പിന്നീട് ജനയുഗത്തിൻ്റെ വിവിധ ഉത്തരവാദിത്തങ്ങളിൽ പ്രവർത്തിച്ചു. ജനയുഗത്തിൻ്റെ പത്രാധിപരായി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചു. മാധ്യമ രംഗത്ത് തന്നെ പത്രപ്രവർത്തകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന KUWJ-യുടെ പ്രസിഡൻ്റായി 2 വർഷക്കാലം അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പോരാട്ടവുമായി ആ മേഖലയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം അതുപോലെ പിന്നെ ഈ പ്രസ് ക്ലബ്ബ്, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ദൃശ്യമാധ്യമ അവാർഡ് അദ്ദേഹത്തിൻ്റെ കുടുംബ ട്രസ്റ്റും കൊല്ലം പ്രസ് ക്ലബ്ബും കൂടെ ചേർന്നാണ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. ഈ കൊല്ലം പ്രസ് ക്ലബിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായ പങ്കുണ്ടായിരുന്നു. പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായി, സെക്രട്ടറിയായി, താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി, അങ്ങനെ ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ, മാധ്യമ പ്രവർത്തന രംഗത്ത്, മാധ്യമ പ്രവർത്തകരുടെ സംഘടനയുടെ തലപ്പത്ത് ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. 200ഓളം ചെറുകഥകൾ അദ്ദേഹം എഴുതി രചിച്ചു.
ചെറുകഥാ സമാഹാരങ്ങളുണ്ടായി, 2 നോവലുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നു. അങ്ങനെ എഴുത്തുകാരൻ എന്ന നിലയിലും എല്ലാം തന്നെ ശ്രദ്ധ പതിപ്പിച്ച ഒരു മഹാനായ വ്യക്തിയുടെ പേരിലാണ് കേരളത്തിൽ തന്നെ ഈ 8 വർഷമായപ്പോൾ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മാധ്യമ അവാർഡായി ആര്യാട് ഗോപി മാധ്യമ അവാർഡ് മാറിയിട്ടുണ്ട്. അത് തീർച്ചയായും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല അവാർഡുകളെക്കുറിച്ചും ഒരുപാട് പരാതികളൊക്കെ ഉണ്ടാകാറുണ്ട്. താല്പര്യങ്ങൾ അവാർഡിൻ്റെ നിർണയത്തിൽ കടന്നുകൂടാറുണ്ട്. അത്തരം ഒരു താല്പര്യവും കടന്നുകൂടാതെ ഏറ്റവും അർഹരായ വ്യക്തിത്വങ്ങളിലേക്ക് ഈ അവാർഡ് എത്തുന്നത് കൊണ്ടാണ് ഈ അവാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡായി നിലനിൽക്കുന്നത്. 8 വർഷമായി മാധ്യമരംഗത്തെ ശ്രദ്ധേയമായ റിപ്പോർട്ടിങ്ങൾ നടത്തിയ ദൃശ്യമാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് ഈ അവാർഡുകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധ്യക്ഷൻ പറഞ്ഞു, മനോജ് കെ ദാസും CL തോമസും തുടങ്ങിയ ഇന്ത്യയിലെ തന്നെ മാധ്യമരംഗത്തെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് ഈ അവാർഡ് നിർണയ സമിതിയിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ അവാർഡ് ഏറ്റവും അർഹരായ ആളുകളിലേക്ക് അഖില ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കൊച്ചിയിലെ ചീഫ് റിപ്പോർട്ടറായി പ്രവർത്തിക്കുന്ന അഖില നന്ദകുമാറിനാണ് ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. വളരൻ്റെ വല്ലാർപാടം എന്ന ഒരു സ്റ്റോറിക്കാണ്, വല്ലാർപാടവുമായി ബന്ധപ്പെട്ട് ചെയ്ത ഒരു റിപ്പോർട്ടിങ്ങിനാണ് അവർ ഇത്തവണ ജൂറി ഏറ്റവും മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം അഖില നന്ദകുമാറിന് നൽകി. അതുപോലെ തന്നെയാണ് മനോരമ ന്യൂസിൽ 19 വർഷമാണ്, ദൃശ്യമാധ്യമ രംഗത്ത് ക്യാമറമാൻ എന്ന നിലയിൽ 25 വർഷവും, 1/4 നൂറ്റാണ്ട് കണ്ടത്രയും പറയത്തില്ലെങ്കിൽ പോലും പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ സ്നേഹിതനായ ശ്രീ രാജേഷിന്, സന്തോഷ് പിള്ളയ്ക്ക് അവാർഡ് അദ്ദേഹം വയനാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്ത ഒരു സ്റ്റോറിക്ക് ദൃശ്യ മാധ്യമത്തിലെ മികച്ച ക്യാമറമാനുള്ള അവാർഡ് സന്തോഷ് പിള്ളയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ജൂറി തിരഞ്ഞെടുത്തു. മെറിറ്റ് അവാർഡിന് സാന്ദ്ര യേശുദാസ് അർഹയായി. ഇവർക്ക് എല്ലാവർക്കും ഈ ഏറ്റവും മികച്ച അവാർഡുകൾക്ക് അർഹരായതിനുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. മാധ്യമ പ്രവർത്തനം ഏറ്റവും ശ്രമകരമായ ഒരു കാലഘട്ടത്താണ് ഈ അവാർഡുകളൊക്കെ നൽകുന്നത്. ഇവിടെ സൂചിപ്പിച്ചു അഖിലയുടെ കാര്യത്തിൽ തന്നെ മഹാരാജാസ് കോളേജിലെ ഒരു റിപ്പോർട്ടിൻ്റെ പേരിൽ ഒരു കള്ളക്കേസിൽ പെട്ടുപോയി. മാധ്യമ സമൂഹം എല്ലാം ഒറ്റക്കെട്ടായി അക്കാര്യത്തിൽ അത് കള്ളക്കേസാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് അവരുടെ ഒപ്പം നിന്നു. ഒടുവിലെ കോടതിയിൽ കേസ് എത്തിയ ഘട്ടത്തിൽ കേസെടുത്ത് അവർ തന്നെ കേസിൽ നിന്നും പിന്മാറുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാം അത് കണ്ടതാണ്. നമ്മളുടെ എല്ലാം പിന്തുണ ആ ഘട്ടത്തിൽ അഖിലയ്ക്ക് അറിയിച്ചതാണ്. ഇപ്പോൾ ഇതുപോലത്തെ കേസുകൾ മാത്രമല്ല, ഇപ്പോൾ ഭരണകൂടത്തിനെതിരായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെ UAPA പോലെയുള്ള കേസുകൾ പോലും ചുമത്തി വിചാരണ കൂടാതെ മാസങ്ങളും വർഷങ്ങളും ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അവർ എല്ലാ വർഷവും അവരൊരു ഇൻഡെക്സ് പുറത്തുവിടാറുണ്ട്, പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. 181 രാജ്യങ്ങളിൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ വിലയിരുത്തിയിട്ടാണ് ഈ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അവർ ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 181 രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഈ 2025 151ാമത്തെ സ്ഥാനമാണുള്ളത്. നേപ്പാളിന് 90 ഉണ്ട്, ശ്രീലങ്കയ്ക്ക് 131 ചൈനയിൽ 178 എന്ന് കരുതി ആശ്വസിക്കേണ്ട, നമ്മളത് 151 എന്നുള്ളത് മാധ്യമ പ്രവർത്തനം ഇന്ത്യയിൽ എത്ര ദുഷ്കരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാധ്യമപ്രവർത്തകർ ആക്രമിക്കുന്നുണ്ട്, മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നുണ്ട്, കള്ളക്കേസ് ചുമത്തി ഈ പറഞ്ഞ രാജ്യദ്രോഹ കുറ്റങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് വിചാരണ പോലും കൂടാതെ മാസങ്ങളും വർഷങ്ങളും മലയാളികളായ മാധ്യമപ്രവർത്തകരടക്കം അതിന് ഇരയായി ജയിലിൽ കിടക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഭരണകൂടത്തിനെ വിമർശിച്ചുകൊണ്ട് എത്ര വാർത്തകൾ ചെയ്യാം എന്നുള്ളതാണ്. പല ദേശീയ മാധ്യമങ്ങളിൽ പലതും
ദേശീയ ഗവൺമെൻറ്റിൻ്റെ PR പ്രവർത്തനം മാത്രം നടത്തുന്ന രൂപത്തിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട്. ഭരണകൂടത്തിന് ഇഷ്ടമുള്ള വാർത്തകൾ മാത്രം ചെയ്യുക. അത് പിന്നെ ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് ഈ മാധ്യമങ്ങളെ ഈ രൂപത്തിൽ ഭരണകൂടം ഏറ്റെടുക്കുക. അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന കോർപ്പറേറ്റുകൾ എല്ലാ മാധ്യമങ്ങളെയും അവരങ്ങ് വാങ്ങിയിട്ട് അവർ മാധ്യമ പ്രവർത്തനം അവർ നടത്തുക. ദേശീയ മാധ്യമങ്ങളിൽ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇപ്പം 1-2 കോർപ്പറേറ്റുകൾ വാങ്ങിയിരിക്കുകയാണ്. അവർ പ്രാദേശിക മാധ്യമങ്ങളിലായിരുന്നു കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നത് ഏറ്റവും പോപ്പുലറായിട്ടുള്ള പ്രാദേശിക മാധ്യമങ്ങൾ, ഇപ്പോൾ ഈ TV എല്ലാം അങ്ങനെയാണ് ഒരു വലിയ ഒരു ബഹുരാഷ്ട്ര ഇന്ത്യയിലെ കോർപ്പറേറ്റ് വാങ്ങിക്കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ കോർപ്പറേറ്റുകൾ വാങ്ങിയിട്ട് അവർ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങളെ ഉപയോഗിക്കുക, ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകച്ചവടം നടക്കുകയാണ്. അവിടെ എവിടെയാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ഉണ്ടാവുക എന്നുള്ളത് സംശയമാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച കണ്ട ഏറ്റവും വലിയ മാറ്റം അർണബ് ഗോസ്വാമി ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അർണബ് ഗോസ്വാമി ഗവൺമെൻറ്റിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹം ഡൽഹിയിലെ വായു മലിനീകരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. സിനിമയിൽ സലീം ഖാൻ പറയുന്നത് പോലെ എനിക്ക് വട്ടായതാണോ അതോ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ വട്ടായതാണോ എന്ന് ചോദിക്കുന്ന പോലെ അർണബ് ഗോസ്വാമിക്ക് ഇത് എന്തു പറ്റി എന്നുള്ളതാണ്. പക്ഷെ അവർ ചിലപ്പം സെറ്റിൽ ചെയ്തേക്കാം. അത് മാധ്യമങ്ങൾ തമ്മിലുള്ള തർക്കമാണോ, അല്ലെങ്കിൽ റഷ്യയുടെ പരമാധികാരി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനത്തിന് എക്സ്ക്ലൂസീവായി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം പ്രതീക്ഷിച്ചിരിക്കുകയും അത് നിഷേധിക്കപ്പെടുകയും മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന് മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്തതാണ്. അവിടെ പോലും ഇന്ത്യ നാണം കെട്ട ഒരു സന്ദർഭമുണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്താണ്, നിങ്ങൾ ഇന്ത്യയിലെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ റഷ്യയിലെ ഭരണാധികാരി നൽകിയ മറുപടി നമ്മുടെ മാധ്യമ സമൂഹത്തിന് ആകെ നാണക്കേടുണ്ടാക്കുന്നതാണ്. ആ നിലയിൽ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങൾക്ക് പണ്ടൊക്കെ ഒരു പക്ഷേ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരൊക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ ചോദിക്കുമ്പോൾ പറയും ഞങ്ങളെ വിമർശിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ എപ്പോഴും പ്രതിപക്ഷത്താണ്, മാധ്യമങ്ങൾ പ്രതിപക്ഷത്താണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. പതിയെ ഇവിടെയും അത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. മാധ്യമ രംഗത്തുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും നിലനിൽപ്പിൻ്റെതായ പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ദേശീയ മാധ്യമങ്ങളിൽ കാണുന്ന പോലെ കൂടുതൽ ഒച്ച, കുറച്ച് ഇൻഫർമേഷൻ എന്ന നിലയിലേക്ക് ഒച്ച വയ്ക്കുന്നതിൽ കൂടിയാണ് TRP ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഒച്ച വയ്ക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു എന്ന നിലയിലേക്ക് കാമ്പുള്ള മാധ്യമ പ്രവർത്തനം പരിമിതപ്പെടുന്നു എന്ന കാര്യം വരുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അനുസ്മരണ സമ്മേളനം പ്രഭാഷണം നടത്താൻ KS പിള്ള സാർ ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹം സംസാരിക്കും. തീർച്ചയായും ആര്യാട് ഗോപി സാറിനെ പോലെയുള്ള മാധ്യമ രംഗത്ത് കുലപതികളായിട്ടുള്ള വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുമ്പോൾ മാധ്യമരംഗത്തെ ഇന്നത്തെ അവസ്ഥകൾ കൂടി പറഞ്ഞു പോയില്ലെങ്കിൽ അവരെ പോലുള്ളവരോടുള്ള അവരുടെ ഓർമ്മകളോട് നമ്മൾ കാണിക്കുന്ന അനീതിയാകും എന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. സാംസ്കാരിക പ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിച്ച ഒരാൾ മലയാള സാഹിത്യത്തിന് കുറച്ച് കഥകളും 2-3 നോവലുകളും കുറെ ശ്രദ്ധേയങ്ങളായ വിവർത്തനങ്ങളും സംഭാവന ചെയ്തു പോയ ഒരു എഴുത്തുകാരൻ. ആ എഴുത്തുകാരനാണ് ഞാൻ ഇന്ന് മറ്റെല്ലാത്തിനൊപ്പം അദ്ദേഹം ചാർത്തുന്ന എല്ലാ വിശേഷങ്ങളൊപ്പം ഈ എഴുത്തുകാരനെ കാണുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ആര്യാട് വടക്ക് ശങ്കരമംഗലത്ത് ജനിച്ച അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം തൻ്റെ പ്രവർത്തന രംഗമായി തിരഞ്ഞെടുത്തത് പത്രപ്രവർത്തനമാണ്. അങ്ങനെയാണ് അദ്ദേഹം കൊല്ലം കടപ്പാക്കടയിൽ ജനയുഗത്തിലെത്തുന്നത്. ആ ജനയുഗത്തിൽ വെച്ചാണ് ആദ്യമായി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. എൻ്റെ
സഹപാഠിയും സുഹൃത്തുമായ ആർട്ടിസ്റ്റ് ഗോപാലിനുമൊത്ത് ഒരു ദിവസം നിലവത്തിൽ എത്തിയപ്പോൾ ഒരു പുതിയ ആളിനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ഗോപാലനാണ് ഇത് ആര്യാട് ഗോപി, പുതിയ ആളാണ് ഇവിടെ പത്രം ഓഫീസിൽ. പക്ഷെ ഈ പേര് മുൻപ് വായിച്ച ചില കഥകളിലൂടെ പരിചയപ്പെട്ട പേരായിരുന്നു. പക്ഷെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു സൗഹൃദം ആരംഭിക്കുകയും ആ സൗഹൃദം ഏതൊരു പതിറ്റാണ്ടുകൾ കടന്ന് ഒടുവിൽ വരെ നിലനിർത്താൻ കഴിച്ചു എന്ന് ഞാനിപ്പോൾ ഓർത്തുകയാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു രംഗമായിരുന്നു യുവകലാസാഹിതി. യുവകലാസാഹിതിയുടെ കൊല്ലം ജില്ലയിലെ പ്രസിഡൻ്റായിട്ട് ഗോപി സാറും സെക്രട്ടറിയായിട്ട് ഞാനും വളരെ കാലം പ്രവർത്തിച്ചു. പത്രം ഓഫീസിലെ തിരക്കുകൾക്കിടയിലും ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം സമയം കണ്ടെത്തി ഞങ്ങളോടൊപ്പം ഒരുമിച്ച്. അത് പറയുമ്പോൾ മണിൽ നാരായണ ചേട്ടനെ ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒത്തിരി സുഹൃത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ അന്നത്തെ കൂട്ടായ്മ പെരുമ്പഴ ഗോപാലകൃഷ്ണനുള്ള ഉണ്ട്, പല സുഹൃത്തുക്കളുണ്ട്. അപ്പം ആ കൂട്ടായ്മയിൽ സമയം കണ്ടെത്തുകയും ജില്ലയിലെ അക്കാലത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ യുവകലാസാഹിതിയുടെ യൂണിറ്റുകൾ ജില്ലയിലുടനീളം നടപ്പാക്കുന്നതിനും പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ ഉന്മേഷം പകരുന്നതിനുമൊക്കെ സാധിച്ചു. അക്കാര്യത്തിൽ ഗോപി സാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്ന് മാത്രമല്ല, അത് യുവകലാസാഹിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി മാറുകയും അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ ഇസ്കസ്, ഐപ്സോ തുടങ്ങിയ മറ്റ് സംഘടനകളിലും ഇപ്റ്റ തുടങ്ങിയ മറ്റ് സാംസ്കാരിക സംഘടനകളിൽ നേതൃത്വപരമായി പങ്കുവഹിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ രംഗത്ത് ഒരു തികഞ്ഞ സംഘടനാബോധമുള്ള സംഘാടകനായ സാംസ്കാരിക പ്രവർത്തകനെ ആര്യാട് ഗോപി സാറിൽ കാണേണ്ടതാണ്. അതാണ് യാഥാർത്ഥ്യം. എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരുപാട് സംഭാവനകളും നടത്തിയിട്ടുള്ളതിനെയും തന്നിട്ടുള്ള ഞങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു ആ കാലത്ത് വിശേഷിച്ചും ജനീയത്തിൻ്റെ പത്രാധിപരായിരുന്നു, പത്രത്തിൻ്റെ സബ് എഡിറ്ററായിരുന്നു, വാരിക പത്രമായിരുന്നു. ഒരു 3.5 പതിറ്റാണ്ട് ജനയുഗത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ജനയുഗത്തിന് 2 കാലമുണ്ട്, കാമ്പശ്ശേരി കാലം, ഒപ്പം ജനയുഗം കാലം. ഈ കാമ്പശ്ശേരി കാലം ഞാൻ ഇപ്പോൾ ഓർക്കാൻ കാര്യം, കാമ്പശ്ശേരിക്ക് ശേഷം വാരിയുടെ പത്രാധിപത്യം വഹിച്ച ഒരാളാണ് ഗോപി സാർ. അപ്പോൾ ഗോപി സാറിൻ്റെ ആ പ്രവർത്തനങ്ങൾ പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, കാമ്പശ്ശേരി പുലർത്തിയിരുന്ന ചില കാര്യങ്ങൾ എല്ലാം നടപ്പാക്കാൻ സാധ്യമല്ലെങ്കിലും ചില കാര്യങ്ങൾ ഗോപി സാറ് തുറന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം. അതെങ്ങനെ വരുന്നതെല്ലാം അച്ചടിച്ചു പിടിക്കുക എന്നുള്ളതല്ല കാമ്പശ്ശേരി അന്ന് ചെയ്തിരുന്നത്. എത്ര ശുപാർശ വന്നാലും, ഏതെങ്ങനെയുള്ള ആൾക്കാരുടെ ശുപാർശ വന്നാലും കാമ്പശ്ശേരി അക്കാലത്തെ എല്ലാം സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ഇത് അടുത്ത ലക്കത്തിൽ വരുമെന്നുള്ള ഒരു ആഗ്രഹം കൊടുക്കുകയൊക്കെ ചെയ്ത രീതിയായിരുന്നു. പക്ഷെ ഗോപി സാർ അങ്ങനെ ചെയ്തില്ലെങ്കിലും ഈ സൃഷ്ടികൾ തൻ്റെ മുന്നിൽ എത്തിയിട്ടുള്ള കഥയും കവിതയും ഒക്കെ തന്നെയും അതിൽ ഈ ജനകം കാലം എന്ന് പറയാൻ കാര്യം, ഒരു പാർട്ടി പത്രമാണ് എങ്കിൽ പോലും അതിലെ എഴുത്തുകാരെ സംബന്ധിച്ച് അവർ പാർട്ടിക്കാരായിരിക്കണം ഒരു നിർബന്ധമില്ല. അത് പാർട്ടി മെമ്പർഷിപ്പോ പാർട്ടി പ്രവർത്തനമോ സ്വയാത്രോ ഒന്നും ആവണമെന്നില്ല. പക്ഷെ അവർ എഴുതി അയക്കുന്ന
കഥയായാലും കവിതയായാലും അതിൽ കവിത ഉണ്ടായിരിക്കണം, കഥ ഉണ്ടായിരിക്കണം. ആ ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തി വരുമ്പോൾ ഏത് പ്രസിദ്ധീകരിക്കണം, ഏത് പ്രസിദ്ധീകരിക്കേണ്ട എന്നുള്ള തിരിച്ചറിവ് കാമ്പശ്ശേരി എപ്പോഴും തന്നെ പിന്തുടർന്ന് ഗോപി സാറിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എത്രയോ പിൽക്കാലത്തെ പ്രശസ്തരായ എഴുത്തുകാർ, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഗോപി സാറിൻ്റെ സ്നേഹവായ്പ് അറിഞ്ഞിട്ടുള്ളവരാണ്. പുതിയ എഴുത്തുകാരോട് ഗോപി സാർ പുലർത്തിയിരുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊന്ന്, ഈ ജനകീയം കാലം എന്ന് പറയുമ്പോൾ ഞാനിത് സാന്ദർഭികമായി പറഞ്ഞു പോവുകയാണ്. കാര്യം ജനകീയത്തിൻ്റെ ഒരു ആ കാലത്തിൻ്റെ സാക്ഷിയാണല്ലോ ഗോപി സാറ്. സാക്ഷിയായ ഇവിടെ സുരേഷ് സാറ്, വേറെ ഒരുപാട് സുഹൃത്തുക്കൾ ജനുമായി ബന്ധപ്പെട്ട് ഉണ്ട്, എല്ലാവർക്കും അറിയാം, എഴുത്തുകാരുണ്ട്. അപ്പം ആ കാലത്ത് ജനകീയം കാലം എന്ന് പറയാൻ കാര്യം, അന്ന് മലയാള പത്രപ്രവർത്തന രംഗത്ത് ഒരു വലിയ വിപ്ലവം കാമ്പശ്ശേരിയുടെ നേതൃത്വത്തിൽ നടത്തി. നിങ്ങൾ പലർക്കും അറിയാം, മലയാള പത്രപ്രവർത്തന രംഗത്ത് ആദ്യമായി ഒരു നോവൽ പതിപ്പ്, ഇന്ന് സർവ്വസാധാരണയാണ്, ആരംഭിക്കുന്നത് ജനകീയമാണ്. സിനിമാ മാസിക അന്ന് കോട്ടയത്ത് നിറയെ ഒരു മറ്റ മാസികയായിരുന്നു. ആ സ്ഥാനത്ത് സിനിമ മാസിക, സിനിമ മാസിക, കുട്ടികളുടെ പ്രസിദ്ധീകരണം. ഒരുപാട് ബാലസാഹിത്യം ഒന്നുമില്ല. പിന്നീടാണ് ബാലഭൂമിയും ബാലരമയും ഒക്കെ വന്നിട്ടുള്ള മുത്തശ്ശി. അതെല്ലാം ആദ്യം പയ്യടെ, എറണാകുളത്തെ പയ്യടെ പൂമ്പാറ്റ മാത്രമല്ല. അതിനുശേഷം മലയാളത്തിൽ ബാലപ്രസന്ന, ബാലയുഗം, എത്രയോ എഴുത്തുകാരെ, ഞാനുൾപ്പെടെ ഉള്ള എത്രയോ ആൾക്കാർക്ക് എഴുതി തുടങ്ങാൻ അവസരം തന്ന ആ ബാലയുഗം. ഇങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ആ പഠനത്തിൽ എന്നുമല്ല. ജനകീയം വാരിക, സാധാരണ കെ ബാലൻ്റെ കൗമുദി വാരിക പോലെ, അന്ന് പറയുന്ന പോലെ ചൂടപ്പം പോലെ ഓരോ ലോകവും വരുന്നത് കാത്തിരുന്ന് വായിച്ച ഒരു കാലം, അതാണ് ജനകീയം കാലം എന്ന് പറയാൻ കാര്യം. അതിനൊക്കെ അതിൻ്റെ ആസൂത്രത്തിൽ സാക്ഷ്യം വഹിച്ച ഈ PS സുരേഷ് സാറുടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആ കൂട്ടത്തിൽ എത്ര സുഹൃത്തുക്കൾ, ഗോപി സാറും അതിന് സാക്ഷ്യം വഹിച്ച ഒരാളായിരുന്നു. ആ കൂട്ടായ്മയിൽ, ആ പത്രാധിപ കൂട്ടായ്മയിൽ ഗോപി സാറും ഇവരോടൊപ്പം പങ്കുവഹിച്ച ആളാണ്. അപ്പം ഞാൻ ആ കാര്യം അങ്ങനെ സൂചിപ്പിച്ച്, ആ തരത്തിൽ ഈ പറഞ്ഞു വരുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കസ്തൂരി, വരൂ വാതിൽ തുറക്കൂ, എൻ്റെ മുഖം, എൻ്റെ ഭാഗ്യം, ഇങ്ങനെ 3 നോവലുകൾ സാറിൻ്റെയായിട്ടുണ്ട്. പിന്നെ ആര്യാട് ഗോപിയുടെ കഥകൾ, കുറേ കഥകളുടെ സമാഹാരം, ആശുപത്രി, സ്വരങ്ങൾ സ്വപ്നങ്ങൾ, ഇങ്ങനെ കുറേ കഥാസമാഹാരങ്ങൾ, ഇതൊക്കെയാണ്. പക്ഷെ ഇത് ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ സ്മാരകം. ആ എഴുത്തുകാരൻ സൃഷ്ടിച്ച അക്ഷരലോകമാണ്. അയാൾ എന്ത് എഴുതിയിരുന്നു? എഴുതിയത് ആർക്ക് വേണ്ടിയായിരുന്നു ഗോപി സാറ്? ഗോപി സാറ് എന്നുള്ള എഴുത്തുകാരന് ഒരു വെറുതെ കഥ എഴുതിയ ആളല്ല, വെറുതെ നോവൽ എഴുതിയ ആളല്ല, ഒരു രസത്തിന് വേണ്ടി എഴുതിയ ആളല്ല. കൃത്യമായ ഒരു ലക്ഷ്യം. കാരണം പുരോഗമന സാഹിത്യകാരൻ എന്താണ് ചെയ്യേണ്ടത്, അവൻ എന്താണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള തികഞ്ഞ ബോധം ഗോപി സാറിനുണ്ടായിരുന്നു. ആ ബോധം, അതുകൊണ്ടാണ് പ്രതിരോധത്തിനെ പറ്റി ഏറ്റവും വലിയ സമരായുധം അത് സാഹിത്യമാണ്. പ്രതിരോധത്തിന് പറ്റിയ ഏറ്റവും വലിയ സമരായുധം സാഹിത്യമാണ് തിരിച്ചറിഞ്ഞ ഗോപി സാറ് അദ്ദേഹത്തിൻ്റെ കഥകളിലും നോവലിലുമൊക്കെ ജീവിതമാണ് പകർത്തിയത്.
ജീവിതത്തിൻ്റെ കടലായിരുന്നു അദ്ദേഹത്തിൻ്റെ മഷിപ്പാത്രം. ഇപ്പം ജീവിതത്തിൻ്റെ അന്തർസംഘർഷങ്ങൾ, വ്യവസ്ഥിതിയുടെ നൂലമാലകൾ, ജാതിയുടെ, മതത്തിൻ്റെ ഒക്കെ വർഗീയതയുടെ, അങ്ങനെ സാമൂഹികമായ പ്രശ്നങ്ങളെ പുരോഗമന സ്വഭാവമുള്ള ഒരു എഴുത്തുകാരൻ, നല്ല ഒരു നാളെ സ്വപ്നം കാണുന്ന എഴുത്തുകാരൻ എങ്ങനെ നോക്കിക്കാണുന്നു കണ്ടു എന്നതിൻ്റെ തികഞ്ഞ തെളിവായിരുന്നു ആരടി സാറിൻ്റെ ഈ സർഗ സംഭാവനകൾ. ഞാൻ ആദ്യം ദീർഘിക്കാതെ പറയട്ടെ, ഏറ്റവും പ്രധാനം ഇതെല്ലാം നല്ലതാണ്. ഉപരി ആ സർഗ സംഭാവനകൾ ഗോപി സാറിൻ്റെ ഈ 3 നോവലുകളും കഥകളും വിവർത്തനങ്ങൾ, അക്കാലത്ത് സാർ നടത്തുന്ന കുറേ വിവർത്തനങ്ങളുണ്ട്, ഇതെല്ലാം കൂടി സമാഹരിച്ച് അദ്ദേഹത്തിൻ്റെ സ്മാരകം ഞാൻ പറയുമ്പോൾ അതായിരിക്കും അക്ഷരലോകത്തിന് അദ്ദേഹത്തിൻ്റെ സംഭാവന കൊണ്ട് ആര്യാടൻ ഗോപിയുടെ കൃതികൾ എന്ന രീതിയിൽ അത് പ്രസിദ്ധീകരിക്കാൻ കഴിയും. അതായിരിക്കും. കാരണം ഈ ആൾ എന്തായിരുന്നു, ഇതൊക്കെ ആയിരുന്നു, പറയുന്നതെല്ലാം ശരിയാണ്. ഒപ്പം ഇതുകൂടി ആയിരുന്നു, ഇങ്ങനൊരു എഴുത്ത് മനസ്സിൻ്റെ ഉടമസ്ഥനായിരുന്നു. ആ രീതിയിൽ എൻ്റെ ഒരു ആഗ്രഹവും അഭിപ്രായമാണ് അടുത്ത ഈ അനുസ്മരണത്തിന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സമാഹൃതമാകുന്ന ആ ഓർമ്മ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് പിന്നെ പ്രസ് ക്ലബിൻ്റെയും ജനയോഗത്തിൻ്റെയും എല്ലാവരുടെയും സഹകരണം അക്കാര്യത്തിൽ ഉണ്ടാകും. നിങ്ങളെല്ലാം കൂടെ ഉണ്ട്. തീർച്ചയായും അത് ചെയ്യണം. അതല്ലാതെ മറ്റൊന്നും ഗോപിസാൻ അനുസരിക്കുമ്പോൾ ഇപ്പോഴേ പറയാനില്ല. എൻ്റെ എഴുത്തു വഴിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദീർഘമായ കാലയളവിൽ എനിക്ക് ഒരുപാട് പലർക്കും ഉള്ള പോലെ സ്നേഹം പങ്കിട്ട ഏറ്റവും വർഷമുള്ള എഴുത്ത് പറയുന്ന എഴുത്തുകാർ, സുഹൃത്തുക്കൾ, പത്രാഫീസാണ് സുഹൃത്തുക്കൾ, ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്കെന്നവർ തന്നെ എനിക്കും സ്നേഹം തന്ന, അത് വെറും സ്നേഹമല്ല, നിരുപാധിക സ്നേഹമാണ്. അതിൻ്റെ നൈർമല്യം വേറൊന്നാണ്. ആ സ്നേഹം തന്ന ഒരു വലിയ മനസ്സ്, ആ മനസ്സിൽ എനിക്കും ഒരിടം കിട്ടി എന്ന് അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നലെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഏടാച്ചേരി രാമചന്ദ്രൻ, അദ്ദേഹം ഈ ഫോണിൽ വെച്ച് സംസാരിക്കുമ്പോൾ സാധനം നിർത്തുമ്പോൾ ചോദിക്കും, കൊല്ലത്ത് എന്തുണ്ട് സാംസ്കാരിക വിശേഷം എന്ന് ലോകം ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞ അടുത്ത ദിവസമാണ് ആരോഗ്യ സാറിൻ്റെ അനുസ്മരണം. എനിക്ക് എപ്പോഴും വിസ്മയകരമായൊരു സുഹൃത്താണ് ആര്യാടൻ ഗോപി എന്ന് ഏഴാശ്ശേരി പറഞ്ഞു. പക്ഷേ അത് പറയുക മാത്രമല്ല, എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നു എന്നുള്ളത് വിശദീകരിച്ചു. അതുകൊണ്ട് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ അധികാരത്തിനും അംഗീകാരത്തിനും വേണ്ടി തൻ്റെ ആത്മാഭിമാനത്തെ അടിയറ വയ്ക്കുന്ന ഒരു മനസ്സല്ലായിരുന്നു ആര്യാടൻ ഗോപിയുടെ. അതൊരുപാട് വിശീർണമുണ്ട്. ഇങ്ങനെ ചുരുക്കി പറയുകയാണ്, മറ്റു ഒന്നിനു കൊണ്ട് തൻ്റേതായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കും, മുന്നോട്ട് പോവുകയും. ചില വൈഷമ്യഘട്ടങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരുപാട് പറയുന്നു. വൈഷമ്യഘട്ടം പറയുമ്പോൾ ജനകീയ കാലം എന്ന് പറയുമ്പോൾ എല്ലാ കാലവും ഒരുപോലെ അല്ലായിരുന്നു എന്ന്. സാമ്പത്തികമായ ക്ഷീണമുള്ള കാലം കൂടി പല അവസരങ്ങളുണ്ടാകും. ആ സാമ്പത്തിക ക്ഷീണമുള്ള സന്ദർഭത്ത് പഠിക്കുന്ന മക്കൾ, നഗരത്തിലെ താമസം, ചിലവുകൾ, ഇതിൻ്റെ കൂട്ടത്തിലും അദ്ദേഹം അതിഥികളെ സഹകരിക്കുന്നതിൽ, വിശേഷിച്ചും യുവകലാസാഹിത്യ പല ക്യാമ്പുകൾക്കും, കടപ്പാക്കടയിൽ സംഘടിപ്പിച്ചുള്ള പല പരിപാടികൾക്കും ആര്യാനിവാസ്, കടപ്പാക്കടയിലെ ഗോപി സാറിൻ്റെ ഭവനം ആര്യാനിവാസ് ഒരു വിരുന്നുശാലയായിരുന്നു.
അത് ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വന്നിട്ടില്ല. അന്ന് കുടുംബം എല്ലാം മൊത്തത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള വിഭവസമൃദ്ധമായ സന്ദർഭങ്ങൾ തരാറുണ്ട്. അത് പങ്കിട്ട ആൾക്കാർ പലരുമുണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷെ ആ രുചിക്കൂട്ടിൻ്റെ മധുരം ഇന്നും എൻ്റെയും എൻ്റെ മുന്നിലിരിക്കുന്ന പെരുമ്പഭാഷ കൂടി അങ്ങനെ ഒത്തിരി പേരുടെ ജനങ്ങളുമായിട്ടുള്ള ബന്ധമുള്ള സുരേഷ് ഒത്തിരി ആൾക്കാരുടെ നാവിൻ തുമ്പിൽ ഉണ്ടായിരിക്കും. കൊല്ലത്തെ ഒരു രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ കൂട്ടായ്മയുടെ മുന്നിൽ നിന്ന് ഈ ഒരു പുരസ്കാരം, അതും അരിയാട് ഗോപി എന്നൊരു പ്രതിഭാസനൻ്റെ പേരിലൊരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമ്മൾ ചെയ്യുന്നൊരു ജോലിക്ക് ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ ഒരു അംഗീകാരം, അത് ഏതൊരു മാധ്യമപ്രവർത്തകനും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അവിചാരിതമായിട്ടുള്ള ചില സംഭവങ്ങൾ ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിൽ വന്നുപെട്ടു. അന്ന് എൻ്റെ ഒരു മേഖല, തൊഴിൽ മേഖലയെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ സമയത്തും നല്ല വാർത്തകൾ, ജനങ്ങളെ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും ചിന്തിപ്പിക്കുന്ന വാർത്തകളിലൂടെ ഞാൻ എൻ്റെ തൊഴിൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ ചെയ്തൊരു ജോലിക്ക് ഇങ്ങനൊരു അംഗീകാരം എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പറഞ്ഞതുപോലെ തന്നെ തൊഴിൽ മേഖല, മാധ്യമ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ ടി വിയിൽ വരുന്ന ആളാണ്. ഞങ്ങളുടെ പോലെ ടി വിയിൽ മുഖം കാണിക്കുന്ന നിരവധി പേരുണ്ട്. പക്ഷേ സന്തോഷേണ്ട പോലെ കുറേ പേര് ഇതിൻ്റെ പിന്നിലുള്ളവരുണ്ട്. അതിനൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ കാലത്ത് പത്രങ്ങളും വലിയ പ്രതിസന്ധികളിലാണ്. നമ്മൾ കാണുന്ന പല പത്രങ്ങളിലും വിചാരിക്കാത്ത പല സംഭവങ്ങൾ, പുതിയ പല പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സമയത്ത് ഇത്തരം ഒരു കൂട്ടായ്മ നൽകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ജനാധിപത്യത്തെ എല്ലാ രീതിയിലും ശക്തിപ്പെടുത്തുന്ന ചെറുതും വലുതുമായിട്ടുള്ള നൂറുകണക്കിന് സ്ഥാപനങ്ങളുണ്ട്. അതിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് ഞങ്ങളുടേതുപോലെ. ആ ഒരു ജോലിയുടെ ഒരു പ്രാധാന്യം കൊണ്ട് അത് എല്ലാ കാലങ്ങളിലും അതുപോലെ തുടരുന്നറിയാം. പക്ഷെ അതിന് പല ഏറ്റക്കുറച്ചിലിൻ്റെയും ഒരു വെല്ലുവിളിയുടെയൊക്കെ ഒരു സമയമാണ്. അങ്ങനെ ഒരു സമയത്ത് ഇത്ര നിറഞ്ഞൊരു സദസ്സിൽ കൂട്ടായ്മയുടെ ഒരു അംഗീകാരം എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം നൽകുന്നു. ആ സമയം തന്നെ നമുക്ക് അവാർഡ് പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ അരിയട്ട് സാറിൻ്റെ ട്രസ്റ്റിലെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ പ്രസ് ക്ലബ് അംഗങ്ങളും അത്ര ഹൃദ്യമായിട്ടാണ് നമ്മളെ ആ വിവരം വിളിച്ചറിയിക്കുകയും പിന്നീട് ഓരോ ഫോളോ അപ്പ് ഉണ്ടായത്. ആ സമയത്ത് തന്നെ മനസ്സ് നിറഞ്ഞു. ഇവിടെ വന്ന് അംഗീകാരം ഏറ്റുവാങ്ങിയപ്പോൾ പൂർണ്ണമായിട്ടും വലിയ സന്തോഷം. ആദ്യമായിട്ടാണ് കൊല്ലത്ത്, അങ്ങനെ മുൻപ് വരേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കൊല്ലത്തൊരു ഈ സാംസ്കാരിക ഭൂമിയിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നല്ലൊരു പരിപാടിയിൽ പങ്കെടുക്കാനും അംഗീകാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ വലിയ സന്തോഷം. അപ്പോൾ നമ്മളെ കൂടുതൽ ഈ മേഖലയെ പിന്തുണയ്ക്കുന്ന എല്ലാവരും, ഇത്തരമൊരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നോട്ട് വലിയ ഒരു ഊർജ്ജമാണ് നൽകുന്നത്. എന്നെപ്പോലെ ഇപ്പോൾ സാന്ദ്രയുടെ പോലെ കൂടുതൽ ആൾക്കാർ കടന്നു വന്നിട്ട് ഈ മേഖല ഇങ്ങനെ തന്നെ പുതിയ രീതിയിൽ മാറും. സോഷ്യൽ മീഡിയ കാലത്ത് ന്യൂ ഏജ് ജേർണലിസ്റ്റ് ഒക്കെ വരുമ്പോൾ പല രീതിയിൽ ഇതിൻ്റെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. അപ്പോൾ ഇത്തരമൊരു കൂട്ടായ്മ അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇതുവരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും വളരെ നന്ദി. ഞാൻ IFFKയുടെ ടൈമിൽ അവിടെ വോളണ്ടിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് കോൾ വരുന്നത്, ബൈജു സാറിന് ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അക്കാഡമിയിൽ നിന്ന് അതിന് മുന്നേ ഒരു സൂചന കിട്ടിയിരുന്നു ഇങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെയായിരുന്നു. ആ ടൈമിൽ വീട്ടിലുണ്ടാവാൻ പറ്റാത്തതിൽ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. വീട്ടിലേക്കായിരുന്നു ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഞാൻ ഏതൊക്കെ ലെവലിൽ പഠിച്ചിട്ടുണ്ടോ അതിനെല്ലാം എൻ്റെ കൂടെ നിന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ പാരൻസാണ്. അവരോടാണ് ഈ നിമിഷത്തിൽ എൻ്റെ ആദ്യം നന്ദി ഞാൻ അറിയിക്കുന്നത്. കൂടാതെ ഈ അവാർഡ് ഒരുക്കി തന്ന കൊല്ലം പ്രസ് ക്ലബിനും ആര്യാട് ഗോപി സാറിൻ്റെ ട്രസ്റ്റിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ഏജിലെ ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു അവാർഡ് പ്രചോദനമാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. എല്ലാ വർഷവും ഈ ഒരു അവാർഡ് നടത്തുമ്പോൾ ഈ കുടുംബത്തെ നെക്സ്റ്റ് ജനറേഷൻ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്ലാനിങ്ങും ഇമ്പോർട്ടൻസും പ്രാധാന്യവും കൊടുക്കുന്ന ഒരു ദിവസം ഇതാണ്. ഞങ്ങളൊക്കെ പുറത്താണ്. അപ്പോൾ ഈ ഒരു ഡേ ഇവിടെ ആരെങ്കിലും ഇവിടെ എത്തണം, ഇതിൽ പങ്കെടുക്കണം. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരാണുള്ളത്. എനിക്ക് താഴെ 3 സഹോദരങ്ങളാണ്. അതിൽ ഞാനും എൻ്റെ അനിയനും ആരോമിൽ മാത്രമാണ് പപ്പയെ കണ്ടിട്ടുള്ളത്.
ബാക്കി 2 കുട്ടികളും പ്രണവും പ്രാർത്ഥനയും പപ്പയെ ഫിസിക്കലി കണ്ടിട്ടില്ല, കാരണം അതിനു മുമ്പ് പപ്പ ഞങ്ങളെ വിട്ടുപോയി. അപ്പൊ അവർക്കൊക്കെ പപ്പയെ അറിയുന്നത് ഇവിടെ വന്ന് നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുമ്പോഴാണ്. അത് എനിക്കൊക്കെ അറിയുന്നത് പപ്പ ഒരു ലവിങ് ബിലവഡ് ഗ്രാൻഡ് ഫാദർ എന്നാണ്. പക്ഷെ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പലർക്കും പപ്പ ഒരു മെന്റർ ആയിരുന്നു, ഒരു ഫ്രണ്ട് ആയിരുന്നു, ഒരു ജ്യേഷ്ഠനായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നിങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ പേരക്കുട്ടികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പപ്പയുടെ പല പല ഡിഫറെന്റ് ഫാസറ്റ്സും ഫേസസും മനസ്സിലാകുന്നുണ്ട്. അത് എത്ര പേരക്കുട്ടികൾക്ക് ആ ഭാഗ്യം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഭാഗ്യം എന്നല്ലാതെ വേറൊരു വാക്കില്ല അതിന്. അപ്പൊ ഈ ഡേ ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 8ാം വർഷവും ഇത് ഞങ്ങൾക്ക് ഇവിടെ നടത്താൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഇത് 3ഓ 4ഓമത്തെ പ്രാവശ്യമാണ് ഞാൻ നന്ദി പറയുന്നത്. അപ്പൊ ഇപ്രാവശ്യം അമ്മ എൻ്റെ അടുത്ത് നന്ദി പറയണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മെയിൻ ഒരു കംപ്ലൈന്റ്, എനിക്ക് പപ്പയെ കുറിച്ച് ഉള്ള മെമ്മറീസ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്താണെന്നാണ്. പക്ഷെ ഇവിടെ വന്ന് നിങ്ങൾ കുറച്ചു പേരോട് സംസാരിച്ച് തന്നെ ആ കംപ്ലൈന്റ് അങ്ങ് മാറി കിട്ടി. കാരണം എഗെയിൻ ഓരോ ഡിഫറെന്റ് ഫാസറ്റ്സ് ആണ് പപ്പയെ കുറിച്ച് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു ഗ്രാൻഡ് ഫാദറിനപ്പുറം അദ്ദേഹം എത്ര ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീങ് ആണെന്ന് നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ നമ്മൾ പപ്പയെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കാത്ത ദിവസങ്ങളില്ല. അതിപ്പോൾ ഒരു പുതിയൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. ഒരു പുതിയൊരു ഡിവൈസ് മേടിക്കുമ്പോൾ കുഞ്ഞമ്മ എപ്പോഴും പറയും, അയ്യോ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തേനേന്ന്. അതുപോലെ ഇപ്പൊ എൻ്റെ ഒരു ജനറേഷൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ. ഞങ്ങളെല്ലാം പുറത്തെ രാജ്യത്തോട് മൈഗ്രേറ്റീവ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യം മലയാള ഭാഷയാണ്. ഇപ്പൊ ഞാൻ പോലും അച്ഛൻ പറയും ഈ പുസ്തകം വായിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന കാര്യം, അയ്യോ ഇതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടോ, കാരണം മലയാളം വായിക്കാൻ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് വായിക്കുന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ പറയുന്നത് പപ്പ ഭാഷയ്ക്ക് കൊടുത്ത ഇമ്പോർട്ടൻസ് ആണ്. ഈ ഗ്ലോബലൈസേഷന്റെ പീരീഡിൽ നമ്മൾ ബൈലിംഗ്വൽ മൾട്ടിലിംഗ്വൽ എന്നുള്ള വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് തൻ്റെ കുട്ടികൾ മലയാളവും ഇംഗ്ലീഷും ഒരുപോലെ വായിക്കണമെന്ന് അദ്ദേഹത്തിന് വളരെയധികം നിർബന്ധമായിരുന്നു. എന്റെ ജനറേഷൻ തൊട്ട് മുമ്പ് കുഞ്ഞമ്മയാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. അപ്പൊ കുഞ്ഞമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിന്റെ കൂടെ മലയാറ്റൂറിന്റെ പുസ്തകങ്ങളും വായിക്കാൻ പപ്പ ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ അത്രയും വിഷണറി ആയിട്ടൊരാൾ അത്രയും വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എന്റെ ജനറേഷനൊക്കെ അതിശയം എന്നല്ലാതെ വേറൊരു വാക്കില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ വർക്ക് ലൈഫ് ബാലൻസ്. നമ്മൾ ഒന്നിക്ക് ഭയങ്കര കരിയർ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. പക്ഷെ പപ്പ എന്നൊരു വ്യക്തി, ഞാൻ കേട്ടിട്ടുണ്ട് പപ്പ വലിയ വലിയ പ്രസംഗങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് കുഞ്ഞമ്മയ്ക്കുള്ള ഒരു പ്രസംഗം എഴുതി വെച്ചിട്ടാണ് പിന്നെ അടുത്ത ദിവസം വേറെ ജനയുഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ അത്രയും കംപ്ലീറ്റ് ഒരു ഹ്യൂമൻ ബീങ് ആയിരുന്നു. വീട്ടിൽ വന്നാലും കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കും. അല്ലാതെ അദ്ദേഹം പത്രപ്രവർത്തനം എഴുത്ത് മാത്രമല്ല തന്റെ കുടുംബത്തെയും അതുപോലെ ചേർത്ത് നിർത്തിയ ഒരാളാണ്. എഗൈൻ എൻ്റെ ഒരു ജനറേഷൻ ദിസ് ഇസ് ജസ്റ്റ് ഒരു ഫാസിനേഷൻ അല്ലാതെ വേറെ ഒന്നും ഇതിന് പറയാൻ പറ്റില്ല. ആൻഡ് അഡ്മിറേഷൻ. അങ്ങനെ ഒരു വ്യക്തി ഇത്രയും നാൾ മുമ്പ് ജീവിച്ചിരുന്നു എന്നുള്ളൊരു അഡ്മിറേഷൻ ആണ് ഇപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെ ഞാൻ ഓരോ വർഷവും എനിക്ക് പ്രായം കൂടുമ്പോൾ ഞാൻ പപ്പയുടെ ഓരോരോ ഫേസസ് ആണ് എനിക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇപ്പൊ ഒരു കരിയർ ഫേസ് നിൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും ആശ്ചര്യമാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പപ്പയ്ക്ക് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടിയിട്ട്, അത് ഭയങ്കര സ്ഥിര വരുമാനമുള്ള ഒരു ഗവൺമെന്റ് ജോബ് കിട്ടിയിട്ട് എനിക്ക് ജനയുഗത്തിൽ ഈ അൺസർട്ടനിറ്റി ഉള്ള ജോലി മതി, കാരണം എന്റെ പേന ചലിക്കുന്നത് സമൂഹത്തിന് നന്മയ്ക്കും അതുപോലെ താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനും വേണ്ടിയാണെന്ന് വിശ്വസിച്ച് ആ ഒരു അൺസർട്ടനിറ്റി ചൂസ് ചെയ്ത ആ ധൈര്യം പലപ്പോഴും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ക്രോസ് റോഡ്സ് വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ റീപ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന ഒരു മൊമെന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഫാസറ്റ്സ് ഉള്ള ഒരാളുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്ന രീതിയിൽ ആ ഒരു 1% എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് എനിക്കിന്ന് കിട്ടിയ കർത്തവ്യത്തിലേക്ക് ഞാൻ ആദ്യം തന്നെ കടക്കുന്നു. ആദ്യമായി ഇവിടെ വന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ദൃശ്യമാധ്യമ അവാർഡ് സമർപ്പണം ചെയ്ത് ശ്രീ PC വിഷ്ണുനാഥ് MLAക്ക് എന്റെയും ആര്യാട് ഗോപി ട്രസ്റ്റിന്റെയും നന്ദി ഞാൻ അറിയിക്കുന്നു. എന്റെയൊക്കെ ജനറേഷനിൽ യൂത്ത് പൊളിറ്റിക്സ് എന്ന് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന മുഖം ശ്രീ PC വിഷ്ണുനാഥിന്റെ ആണ്. ചർച്ചകളിൽ ഇരുന്ന് ഏറ്റവും കൂടുതൽ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് റേസ് ചെയ്യും, അത് ഏറ്റവും കൂടുതൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അദ്ദേഹമാണ്. ഇത്രയും ഒരു ഷോർട്ട് നോട്ടീസിൽ ഇവിടെ വന്ന് ഈ ചടങ്ങ് ഇത്രയും നല്ലയാക്കിയ അദ്ദേഹത്തിന് എന്റെയും ആര്യാട് ഗോപി ട്രസ്റ്റിനെ പേരുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു.
അതുപോലെ ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ ശ്രീ ചവറ KS പിള്ള സർ, നമുക്കെല്ലാം അറിയുന്നത് പോലെ അദ്ദേഹം വലിയൊരു കവിയും സാംസ്കാരിക പ്രവർത്തകനുമാണ്. പക്ഷെ അതിലൊക്കെ ഉപരി ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരം കേൾക്കുന്ന, അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് സ്ഥിരം കേൾക്കുന്ന ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെത്. അന്ന് പപ്പയുള്ളപ്പോൾ ചവറ KS പിള്ളയും വീട്ടിൽ വരുമായിരുന്നു, ഇതായിരുന്നു. അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് ഇതിനൊക്കെ അപ്പുറം ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആണ്. അപ്പൊ അദ്ദേഹത്തിന് എന്റെയും ആര്യാട് ഗോപി ട്രസ്റ്റിന്റെയും പേരുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അടുത്തത് ഇവിടെ അധ്യക്ഷൻ വഹിച്ച ശ്രീ T ജയകൃഷ്ണൻ സർ, അദ്ദേഹം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ്. 8 വർഷം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ഒരു അവാർഡ് ഇവിടെ നടത്തുന്നെന്ന് പറഞ്ഞപ്പോ ജയകൃഷ്ണൻ അങ്കിളാണ് ആ സജഷൻ തന്നത്. ദൃശ്യമാധ്യമത്തിന് ഒരു അവാർഡ് ഇല്ല, അപ്പൊ ഈ ഒരു അവാർഡ് തുടങ്ങിക്കൂടി എന്നൊരു ഇനിഷ്യേറ്റീവ് ഇട്ട അദ്ദേഹമാണ്. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ഇത്രയും ഇൻവോൾവ് ആവുന്നതോടൊപ്പം ഈ പ്രസ് ക്ലബിലെ ഓരോ മെമ്പേഴ്സും ഇതിൽ അത്രയും ഇൻവോൾവ് ആണ്. അപ്പൊ അദ്ദേഹത്തിനും എന്റെയും ആര്യാട് ഗോപി ട്രസ്റ്റിനെ പേരുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അടുത്തതായി സ്വാഗതം പറഞ്ഞ ശ്രീ സനൽ TP സർ, അദ്ദേഹം പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ആണ്. അദ്ദേഹം ഇതുപോലെ ഓരോ പ്രാവശ്യം അവാർഡും വരുമ്പോഴും അത്രയും വാല്യുബിൾ സജഷൻസ് ആണ് തരുന്നത്. അദ്ദേഹത്തിനും എന്റെയും ആര്യാട് ഗോപി ട്രസ്റ്റിനെയും പേരുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അടുത്തത് തന്നെ ഇവിടെ നന്ദി അറിയിക്കുന്നത് ഇവിടെ വന്ന അവാർഡ് സ്വീകരിച്ച ജേതാക്കൾക്കാണ്. അഖില നന്ദകുമാർ, മികച്ച റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വീഡിയോ കാണാൻ സാധിച്ചു എന്നറിയില്ല. വല്ലാർപാടവും വിഴിഞ്ഞം തുറമുഖവും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ്. പക്ഷെ കമ്പാരിറ്റീവ് അനാലിസിസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു സൈഡ് പോസിറ്റീവും ഒരു സൈഡ് നെഗറ്റീവും ആക്കിയാണ് എപ്പോഴും ആ ഒരു റിപ്പോർട്ടിംഗ് വരിക. പക്ഷെ അഖില ചേച്ചിയുടെ ആ റിപ്പോർട്ടിംഗ് നമ്മൾ കാണുകയാണെങ്കിൽ എങ്ങനെ അതിനെ ഇംപ്രൂവ് ചെയ്യാം, എങ്ങനെ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും എൻട്രികൾ വന്നിട്ടും ഒരു ബെസ്റ്റ് റിപ്പോർട്ടിംഗിനുള്ള അവാർഡ് ആ ചേച്ചിക്ക് കിട്ടാനുള്ള മെയിൻ റീസൺ ആ ഒരു ഡിഫറൻസ് ആണ്. ഇത് എന്റെ മാത്രം ഫീഡ്ബാക്ക് അല്ല, ഞങ്ങൾക്ക് ജഡ്ജിങ് പാനലിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് കൂടിയാണ്. അപ്പൊ അഖില ചേച്ചിക്കും ഇവിടെ വന്ന് ഈ അവാർഡ് സ്വീകരിച്ചതിൽ എന്റെയും ആര്യാട് ഗോപി ട്രസ്റ്റിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തത് മികച്ച ക്യാമറാമാനുള്ള അവാർഡ് കിട്ടിയ സന്തോഷ് പിള്ള സർ. അദ്ദേഹത്തിന്റെ വീഡിയോ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര വിഷ്വലി ഭയങ്കര രസമാണ്. ഒരു എർത്ത് വോം ഒരു ലൈഫില് ഈവൻ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോഴും ആ എർത്ത് വോമിന്റെ ലൈഫ് സൈക്കിൾ എന്ത് സംഭവിക്കുന്നു അതൊരു ഹ്യൂമൻ ബീങ്ങിനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ആ ലൈഫിൽ എന്തൊക്കെ സ്ട്രഗിൾസ് വരുന്നു. ചിലപ്പോൾ ഒരു എർത്ത് വോം ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഒരു വണ്ടി വന്നതിന്റെ ലൈഫ് സൈക്കിൾ നിൽക്കും. അത് അത്രയും മനോഹരമായിട്ടാണ് ഒരു എർത്ത് വോമിന്റെ ലൈഫ് സൈക്കിളിനെ അതിനകത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. സോ അത്രയും നല്ലൊരു ഒരു സബ്മിഷൻ ആയിരുന്നു. അതും എഗൈൻ ഇതും ഒരു ജഡ്ജിങ് പാനലിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് ആണ്. അദ്ദേഹത്തിനും എന്റെയും ആര്യാട് ഗോപി ട്രസ്റ്റിനെയും പേരുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അടുത്തത് കേരള മീഡിയ അക്കാദമി ടെലിവിഷൻ ജേർണലിസം PG ഡിപ്ലോമയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ സാൻഡ്ര യേശുദാസ്. നെക്സ്റ്റ് ജനറേഷൻ ഒരു പ്രോമിസിംഗ് ജേർണലിസ്റ്റായി വരട്ടെ എന്ന് ഞാനും എൻ്റെ ഫാമിലിയും പ്രാർത്ഥിക്കുന്നു. സാൻഡ്രയ്ക്കും എന്റെയും ആര്യാട് ഗോപി ട്രസ്റ്റിനെയും പേരുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കേരള മീഡിയ അക്കാദമിയായിട്ട് ഞങ്ങൾക്ക് വേറെയും ബന്ധമുണ്ട്. കാരണം പപ്പ അവിടുത്തെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ എന്ന രീതിയിൽ എൻ്റെ മാമൻ ബൈജു ആര്യാട് അവിടെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ മീഡിയ അക്കാദമി ആയിട്ടുള്ള ബന്ധം ഇപ്പോഴും ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നു എന്നത് പറയുന്നത് തന്നെ വളരെ കാര്യമാണ്. അടുത്തത് അവാർഡ് കമ്മിറ്റി 3 പേരാണ് ഈ അവാർഡ് നിശ്ചയിച്ചത്. മനോജ് K. ദാസ്, എഡിറ്റർ, മാതൃഭൂമി ഡെയിലി ആൻഡ് ഡിജിറ്റൽ, CL തോമസ്, മുൻ ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് കേരള മീഡിയ അക്കാദമി ഡയറക്ടർ, ജെയിംസ് TP, മുൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിസർച്ച് എഡിറ്റർ. ഇതിൽ മനോജ് അങ്കിളും ജെയിംസ് അങ്കിളും ഞങ്ങൾക്ക് ഫാമിലി പോലെയാണ്. സോ മോർ ദാൻ അവാർഡ് കമ്മിറ്റി മെമ്പേഴ്സ് അവർ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ബിക്കോസ് അത്രയ്ക്ക് എൻട്രീസ് ഉണ്ടായിരുന്നു, കറക്റ്റ് പാരാമീറ്റേഴ്സും ഉണ്ടായിരുന്നു. സോ അവർക്കും എന്റെയും ആര്യാട് ഗോപി ട്രസ്റ്റിനെ പേരുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസ് ക്ലബ് മെമ്പേഴ്സ് ആൻഡ് ഓഫീസ് ബെയറേഴ്സ് ഞങ്ങൾ എടുക്കുന്ന അതിനെക്കാട്ടി കൂടുതൽ ഇനിഷ്യേറ്റീവ് അവരും എടുത്താൽ ഈ ഒരു അവാർഡ് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അവർക്കും എൻ്റെ ആര്യാട് ഗോപി ട്രസ്റ്റിനെ പേരുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ, ഈ അവാർഡിന് ആ വിസിബിലിറ്റി കിട്ടണമെങ്കിൽ ഇവിടെയുള്ള ഓരോ പ്രസ് മെമ്പേഴ്സിന്റെയും എഫേർട്ടാണ്. ആ ഓരോ പ്രാവശ്യവും ഇത് അവാർഡ് പ്രഖ്യാപിക്കാനായാലും ഇത് കൊടുക്കുന്ന സമയത്തും വരുന്ന ഓരോ പ്രസ് മെമ്പേഴ്സിനും എന്റെയും ആര്യാട് ഗോപി ട്രസ്റ്റിനെയും പേരുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു.